പണ്ട് കാലം മുതലേ നമ്മളുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ നേർച്ചയാക്കാറുണ്ട് ബദർ മൗലിദ്. ബദർ മൗലിദ് നേർച്ചയാക്കുകയും ബദർ മൗലിദ് ചൊല്ലുകയും ചെയ്യാറുണ്ട്. എന്താണ് ബദർ മൗലിദ് ചൊല്ലിയാലുള്ള ഗുണം? ബദർ മൗലിദ് ചൊല്ലുന്നതുകൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. കിതാബുകൾ നോക്കുമ്പോൾ കാണാം ബദർ മൗലിദ് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ പറയുന്നത്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന ഒരു ബൈത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയുടെ അവസാനം നമുക്ക് ആ തൗസുൽ ബൈത്ത് ഒന്ന് ചൊല്ലാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബദർ മൗലിദ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളും ബദർ മൗലിദ് ചൊല്ലുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരിഗണനയും അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ബദർ മൗലിദ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹു അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ട് വിജയിക്കുന്നവരെ നമ്മെ ചേർത്ത് പെരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമദാൻ 17 ബദർ ദിനമാണ്. ബദർ ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇസ്ലാമിൻ്റെ ആദ്യത്തെ ആ ഒരു യുദ്ധ പശ്ചാത്തലമൊക്കെ ഓർമ്മ വരും ഇല്ലേ? മഹാന്മാരായ സ്വഹാബത്ത് ആരുമില്ലാതെ, കയ്യിൽ ആയുധങ്ങളില്ലാതെ ഈ വലിയ ശത്രുക്കളെ നേരിടാൻ നിന്ന ആ ഒരു രംഗമൊക്കെ. പക്ഷേ അള്ളാഹു വലിയ വിജയം കൊടുത്തു, വലിയ ഫത്ഹ് കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത ആ വിജയം പോലെ നമ്മളുടെ ജീവിതത്തിലും വലിയ വിജയം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് കൈമുതലാക്കാൻ പറ്റിയ, ചെയ്യാൻ പറ്റിയ ഏറ്റവും മഹത്തായൊരു വഴിയായി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് ബദർ മൗലിദ്. മുൻകാലങ്ങളിലൊക്കെ മഹത്തുക്കളായ നമ്മുടെ വലിയ വലിയ ആലിമ്യങ്ങൾ, ഉസ്താദുമാരുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ പ്രയാസവും പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് ബദരിയത്ത് നേർച്ചയാക്കാൻ പറയും, ബദർ മൗലിദ് നേർച്ചയാക്കാൻ പറയും, അസ്മാ ഉൽ ബദർ നേർച്ചയാക്കാനൊക്കെ പറയാറുണ്ട്. എന്തേ കാരണം? അവരെ പിടിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുമെന്ന് വിശ്വാസവും ഉറപ്പും ഉള്ളത് കൊണ്ടാണ് ഇല്ലേ? ഇനി അതൊക്കെ ചൊല്ലലും പറയലും കേൾക്കലും ഒക്കെ ശിർക്കും ബിദ്അത്തുമാണ് എന്ന് പറയുന്ന ടീമുണ്ട് എങ്കിൽ ഒരല്പം കൂടി മാറി എന്ന് കേട്ടോളി, കുഴപ്പമില്ല. നേർക്ക് നേരെ നിൽക്കണ്ട. എന്ത് ചെയ്യുക? ഇത് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളോടാണ്. പരിശുദ്ധമായ ഇസ്ലാം അവർക്ക് കൊടുത്ത സ്ഥാനം എത്രയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങളുടെ ഹദീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഹത്വം മുൻനിർത്തിയിട്ടാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്. ബദർ മൗലിദ് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സാധാരണയായി പറയപ്പെടുന്ന ആത്മീയമായ നേട്ടങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഒന്ന് എണ്ണി പറഞ്ഞുതരാം. ആത്മീയമായ നേട്ടങ്ങൾ അതിൽ ഒന്നാമതായി എടുത്തു പറഞ്ഞത് ആ ഹാജത്ത് നിർവൃതിയാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക എന്നുള്ളത്. നമ്മളെന്തെങ്കിലും കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് റബ്ബെ എൻ്റെ ഇന്ന കാര്യം നടക്കണം, ഞാനിത് ഒരു ബദർ മൗലിദ് എന്ത് ചെയ്തു, നേർച്ചയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ബദരിയത്ത് നേർച്ചയാക്കിയിരിക്കുന്നു, അത് ചൊല്ലി തീർത്തു. എന്നാൽ ആ കാര്യം അള്ളാഹു നടപ്പാക്കി തരുമെന്ന, ആ കാര്യം നടന്നു കിട്ടുമെന്ന് ഇല്ലേ? മുൻകാലങ്ങൾ മുതലേ, നമ്മുടെയൊക്കെ പഴയ തലമുറകൾ മുതലേ, അതിനെ പണ്ടുകാലം മുതലേ മഹത്തുക്കളായ ഇമാമിങ്ങൾ ചെയ്തു വന്നിരുന്ന വലിയൊരു ഇബാദത്ത് കൂടിയിട്ടാണ് അസ്മാ ഉൽ ബദർ സ്മരിക്കുക എന്നുള്ളത്, അവരെ ഓർക്കുക. ദിക്റുൽ അംബിയ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാക്കളെ പറ്റി പറയൽ ഇബാദത്താണ്. സ്വാലിഹീങ്ങളായ മുൻഗാമികളെ സംബന്ധിച്ച് പറയലോ അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞ. അപ്പോൾ ഈ മഹാന്മാരെയൊക്കെ സ്മരിക്കുക എന്നുള്ളത് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് തന്നെ അസ്മാ ഉൽ ബദർ ചൊല്ലലും ബദരീങ്ങളെ സ്മരിക്കലും ഒക്കെ, ബദർ മൗലിദും ഒക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും കാര്യങ്ങൾ നടന്നു കിട്ടാനും ഉപകാരപ്പെടും. രണ്ടാമതായി പറയുന്നത് കടബാധ്യതകൾ കുറഞ്ഞു കിട്ടുമെന്നാണ്. നമുക്കുള്ള എത്ര കൊടിയ കടങ്ങളാണെങ്കിലും വീടി കിട്ടാൻ, നമുക്ക് ഈ കടങ്ങളുള്ള ആളുകൾ പലപ്പോഴും എന്നെ വിളിച്ചിട്ടാണെങ്കിലും സങ്കടം പറയുന്നവർ, പ്രശ്നപരിഹാരം തേടുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ പ്രശ്നപരിഹാരം തേടുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നേർച്ചയാക്കാൻ പറ്റിയ, നീയത്താക്കാൻ പറ്റിയ ഒരു സംഗതിയാണെന്ത്? ബദർ മൗലിദ് ചൊല്ലൽ. ബദരിയത്ത് നേർച്ചയാക്കാം, എന്നിട്ട് ചൊല്ലി തീർക്കാം. നേർച്ചയാക്കിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ വേണം. അസ്മാ ഉൽ ബദർ നേർച്ചയാക്കിയിട്ട് ചൊല്ലി തീർക്കാം, അവരെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യുക, ആ കാര്യത്തിന് ഫത്ഹ് ഉണ്ടാകും. മൂന്നാമതായി കാണാം രോഗശാന്തിക്ക് സഹായം ലഭിക്കും. അതായത് നമുക്ക് എത്ര വലിയ കൊടിയ മാരകമായ രോഗങ്ങളുണ്ടെങ്കിലും ശരി, ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുള്ളവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ രോഗങ്ങളിൽ കഴിയുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ, അല്ലാഹ് നമ്മുടെ നാട്ടിലൊക്കെ HIV പരക്കുന്നുണ്ട് ഇല്ലേ? പല സ്ഥലങ്ങളിലും എത്രയാണ് ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മഹാമാരികളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അപ്പോൾ അത്തരത്തിൽ എത്ര മാരകമായ രോഗങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യും, അസ്ഹാബുൽ ബദരീങ്ങളുടെ ഈ ബദിർ മൗലിദ് അവരുടെ ഇസ്മുകൾ പറഞ്ഞ് തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യലുണ്ട്. അത് ഫലം കാണുകയും ചെയ്യുമെന്ന് മഹാന്മാർ പറയാം. ഇനി ഭയങ്ങൾ നീങ്ങാൻ, വസ്വാസുകൾ മാറിക്കിട്ടാൻ, മാനസികമായ വിഷമങ്ങൾ മാറിക്കിട്ടാനൊക്കെ അസ്മാ ഉൽ ബദർ ചൊല്ലൽ, ബദർ മൗലിദ് ചൊല്ലൽ ഉപകാരപ്പെടും. ഒരാൾ കൽബിൽ എപ്പോഴും വസ്വാസാണ്, അല്ലെ എപ്പോഴും ഭയമാണ്, എന്ത് ചെയ്താലും ഭയം, എന്തെങ്കിലും കാര്യങ്ങൾ, ജോലികളാണ്, അതുപോലെ മറ്റു കാര്യങ്ങളാണ്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നശിച്ചു പോകുമോ, ഇല്ലാതെയായി പോകുമോ എന്നിങ്ങനെ ഭയം, ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിജയിക്കൂലേ എന്നുള്ള ഭയം, ഇതൊക്കെ മാറിക്കിട്ടാൻ നിങ്ങൾ അസ്മാ ഉൽ ബദർ നേർച്ചയാക്കി ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ ഫത്തഹായി കിട്ടും. കൽബിനൊരു ഹിമ്മത്ത് കിട്ടും. കാരണം എന്തേ, എല്ലാം നഷ്ടപ്പെടും എന്ന സങ്കീർണമായ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും റബ്ബുണ്ട്, ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന വലിയ മുദ്രാവാക്യം നെഞ്ചേറ്റിയവരാണ് ആര്, മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ ആ എടുത്ത ഒരു ഹിമ്മത്തിൻ്റെ വാചകം നമ്മുടെ കൽബിലേക്കും എടുക്കാം. അവരുടെ പേര് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്, അവരെ പറ്റി പറയുമ്പോൾ നമുക്കൊരു പുളകം, നമുക്കൊരു സംതൃപ്തി കിട്ടുകയാണ്, ഒരു നിർവൃതി കിട്ടുകയാണ്. കാരണം എന്തേ, അവർ വിജയിച്ചു, അവർ ആ പോരാട്ടത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു, നമുക്കും വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അസ്മാ ഉൽ ബദർ ഒരു വീട്ടിൽ ഓതി, ബദർ മൗലിദ് ഒരു വീട്ടിൽ പാരായണം ചെയ്തു, എന്നാൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തിറങ്ങുമെന്ന, ആ വീട്ടിൽ മഹാന്മാരായ ബദരീങ്ങളുടെ കാവലിറങ്ങുമെന്ന, ആ വീട്ടിലെ ആളുകളിൽ അള്ളാഹു എന്ത് ചെയ്യും, ആ ബറക്കത്തിറക്കി കൊടുക്കും, അവിടെ സമാധാനം ഉണ്ടാകുമെന്ന. അസ്മാ ഉൽ ബദർ ചൊല്ലുന്ന എല്ലാ ദിവസവും അസ്മാ ഉൽ ബദർ ചൊല്ലുന്ന വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവൂല എന്ന. നിങ്ങളൊന്ന് ചൊല്ലി നോക്കി, നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്ന് പതിവാക്കി നോക്കിയാൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവില്ല. മാതാപിതാക്കൾ തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഒരു കലഹം ഉണ്ടാവില്ല, അയൽവാസികൾ തമ്മിൽ കലഹം ഉണ്ടാവില്ല. അസ്മാ ഉൽ ബദർ പതിവാക്കുന്ന നാട്ടിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിൽ പതിവാക്കാൻ പറ്റിയ ഒന്നാണ്. അടുത്തതോ, ദുരിതങ്ങൾ നീങ്ങിക്കിട്ടും. ചിലപ്പോൾ ദുരിതക്കയത്തിൽ കഴിയുന്നവരായിരിക്കും നമ്മൾ, പ്രയാസങ്ങളിൽ, മനപ്രയാസങ്ങൾ മാത്രമല്ലാതെ ജീവിത പ്രയാസങ്ങളിൽ കഴിയുന്നവരായിരിക്കാം. ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ബദർ മൗലിദ് ചൊല്ലൽ കാരണമായി തീരും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇനിയും എണ്ണി പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ സംബന്ധിച്ച് പറയുകയും അവരുടെ പേരിൽ ഈ ഒരു മൗലിദ് ചൊല്ലുക എന്നുള്ളത് വലിയ ഇബാദത്തായി കാണുകയും ചെയ്ത മഹാന്മാരെ കാണാം. ഇനി ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവരങ്ങനെ പറഞ്ഞോട്ടെ, അവരെന്തും പറയുന്നവരാണ്. അവർ പറയുന്നതിൽ നമുക്ക് അവരെ കുറ്റം പറയുന്നൊന്നുമില്ല, കുറ്റം പറഞ്ഞിട്ടൊട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്, മറിച്ച് അവർ പറയുന്നത് ശരിയായതുകൊണ്ടാണ് കുറ്റം പറയത്തതെന്നല്ല, മറിച്ച് എന്ത് ചെയ്യുക, കുറ്റം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. വെറുതെ എന്തിനാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് നമ്മളോ ഇബാദത്ത് അവർക്ക് വെറുതെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലും കാണിച്ചു തന്ന മഹത്തായ ഒരു വഴിയുണ്ട്. മഹാന്മാരായ മുൻഗാമികൾ, അവരെ സ്മരിക്കുക, അവരെപ്പറ്റി ഓർക്കുക, അതുകാരണം നമ്മുടെ പാപങ്ങൾ പൊറുക്കുക, നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക. ഇത് മരിക്കുവോളം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ തലമുറകളിലേക്ക് കൈമാറാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ലണം. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ, ബദരീങ്ങളാൽ തുണറബനാദിക്കുറും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണറബന കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ, ബദരീങ്ങളാൽ തുണറബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ ബറക്കത്ത് തായാ റബ്ബനാ. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്നു ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണറബന. ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരിങ്ങടെ ബറക്കത്തിനാൽ യമെ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരിങ്ങടെ ബറക്കത്തിനാൽ ഷിഫയാക്കണം യാ റബ്ബനാ. ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ കബൂലാക്കണേ, അല്ലാഹ് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബദർ മൗലൂദ് ഓതാൻ മറക്കല്ലേ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.